പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ആദ്യത്തെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ഇന്ത്യ പാകിസ്ഥാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ടൂർണമെൻ്റ് ആയിരുന്നു. ഇന്ത്യയിൽ നടക്കേണ്ടിരുന്ന ടൂർണമെൻറ്റാണ് പിന്നീട് ദുബായിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ സമ്മർദ്ദങ്ങൾ, അതിനേക്കാളുപരി വിവാദങ്ങൾ. ഫസ്റ്റ് മാച്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ ഈ മാസം 14 തുടങ്ങിയ ആദ്യ മാച്ചിൽ തന്നെ ഹസ്തദാന വിവാദവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വരുന്നു. പൈൻക്രോഫ്റ്റിനെതിരെ പരാതി കൊടുക്കുന്നു പാകിസ്ഥാൻ, ആ പരാതി തള്ളുന്നു. ബഹിഷ്കരണ ഭീഷണി മുഴക്കുന്നു അവർ UAE-ക്കെതിരായ മത്സരത്തിൽ. ഒപ്പം തന്നെ ഇന്ത്യക്കെതിരായ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഒഴിവാക്കുന്നു. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ. അതിനുശേഷം കളത്തിൽ അത്ര കണ്ട് നമ്മളത് കാണില്ല എന്ന് കരുതിയത് പോലും കാണിക്കുന്നു. പ്രത്യേകിച്ച് ഹാരിസ് റൌഫിനെ പോലെ വളരെ സീനിയറായിട്ടുള്ളൊരു താരം കാണിക്കുന്ന വിമാനം വെടിവെച്ചിരുന്ന ആക്ഷൻ കാണിക്കുന്നു. 6-0, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തിരുന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ആ അവകാശവാദം ന്യായീകരിക്കുന്ന തരത്തിൽ 6-0 എന്ന് ആംഗ്യം കാണിക്കുന്നു കാണികൾക്കെതിരെ. സാഹിബ് സാദ ഫർദാൻ AK-47 സെലിബ്രേഷൻ കാണിക്കുന്നു, ഒരു 50 അടിച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രകോപനപരമായ ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ട്. അതൊരു തരത്തിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു പാകിസ്ഥാൻ്റെ ഒരു സാധനം കൂടിയാണ്. അത്ര കണ്ട് കാണിക്കാറുണ്ടായിരുന്നില്ല പാകിസ്ഥാന്, പക്ഷേ ഇപ്പോൾ അത് കാണിക്കുന്നു. ഇന്ത്യ പക്ഷേ വളരെ മയത്തിലെല്ലാം ഹാൻഡിൽ ചെയ്ത് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ ചെയ്തോട്ട് ഞങ്ങൾ കളത്തിൽ ബാറ്റ് കൊണ്ട് കാണിക്കുമെന്നാണ് അഭിഷേക് ശർമ്മ എന്നെ മറുപടി നൽകിയത്. അത് പാകിസ്ഥാൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണാൻ പറ്റുമോ, പ്രത്യേകിച്ച് ഫൈനൽ അടുത്തിരിക്കുന്ന സമയത്ത്? പാകിസ്ഥാനും ഇന്ത്യയും മത്സരങ്ങൾ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഹാൻഡ് ഷേക്ക് വിഭാഗം തൊട്ട് നമുക്ക് പറയാൻ തോന്നുന്നു. കാരണം ആക്ച്വലി ഹാൻഡ് ഷേക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതിനെ ഞാനൊരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രാജ്യത്തെ 2 പ്ലേയേഴ്സ്, 2 ടീമിലെ കളിക്കാരാണ്. അപ്പോൾ അത് കളി കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്ക് എന്നുള്ളത് ക്രിക്കറ്റിൻ്റെ പരമ്പരാഗതമായി ഇപ്പം ആഷസിലും എല്ലാ സ്ഥലത്തും ആ ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടാവാറുണ്ട്. അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ശശി തരൂറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് കാർഗിൽ യുദ്ധ സമയത്ത് പോലും നമ്മൾ ഹാൻഡ് ഷേക്ക് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഇന്ത്യ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ICC പോലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഭരണ സമിതിയാണ് BCCI. അവർക്ക് വേണമെങ്കിൽ ഈ തുടക്കം തന്നെ ഇങ്ങനെ ഈ ഷെഡ്യൂളിൽ തന്നെ ഇടപെട്ടിട്ട് ഇന്ത്യ പാക് മത്സരം മാറ്റിവെക്കാമായിരുന്നു. ഇങ്ങനൊരു മത്സരം നടത്തി അതിൻ്റെ ടിക്കറ്റ് വിറ്റു, അതിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും എടുത്തു, എന്നിട്ട് അതിനുശേഷം ഹാൻഡ് ഷേക്ക് പറ്റില്ല എന്നുള്ള എനിക്ക് അതൊരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നില്ല. പിന്നെയുള്ളത് ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഷോയിബ് അക്തറും സച്ചിനും തമ്മിലുള്ള റിവാൽറി, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മിയാൻ ദാദിൻ്റെ തവളച്ചാട്ടം, അതൊക്കെ നമ്മൾ അങ്ങനെ വളരെ രീതിയിൽ ആഘോഷിച്ചതും അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം ലഭിച്ചൊരു സംഭവമായിരുന്നു. അപ്പം അഗ്രഷൻ എന്ന് പറയുമ്പം എപ്പോഴും ഉണ്ടാവാറുണ്ട്, ആ ഒരു സാധ്യതകൾ എപ്പോഴും തുറന്ന്. പക്ഷേ അത് താരങ്ങൾ തമ്മിൽ ഇപ്പോൾ ഷോയിബ് അക്തറും സച്ചിനും ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് അവർ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്, കൈയൊക്കെ കൊടുത്ത് പിരിയുന്നു, അവർ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ പോകുന്നു. ഇത് കാണികൾക്ക് നേരെ പലതരത്തിലുള്ള ആക്ഷനൊക്കെ കാണിക്കുമ്പോൾ കാരണം പുറത്തെ രാഷ്ട്രീയം കളിക്കാരെയും ഒരു രാജ്യത്തെ 11 കളിക്കാരെന്ന് പറയുന്നത് അത് ആ രാജ്യത്തെ കൂടിയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കാണികൾക്കെതിരെയുള്ള പ്രകോപനപരമായ ആക്ഷനൊക്കെ ഇത് വരുത്തി വെച്ചതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യക്ക് ആരാധകർക്ക് നേരെ പ്രകോപനപരമായ ആംഗ്യം കാണിക്കുകയോ ഈ രീതിയിൽ തോക്കെടുത്ത് വെടിവെക്കാൻ കാണിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. എല്ലാം സംഭവിച്ചത് എവിടെ വെച്ചാണ്? ആദ്യത്തെ ക്യാപ്റ്റൻ്റെ ഹസ്തദാന വിവാദം തുടങ്ങി വെച്ചത് ഇന്ത്യൻ കളിക്കാർ തന്നെയാണ്. ഇന്ത്യൻ കളിക്കാർക്ക് വേണമെങ്കിൽ ഈ മത്സരം ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കേണ്ട മത്സരമാണ്, പാകിസ്ഥാൻ പങ്കെടുക്കുന്ന ടൂർണമെൻ്റ് ആയതുകൊണ്ട് കൂടിയാണ് അത് മാറ്റിവെച്ചത്, വേദി മാറ്റിവെച്ചത്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ കളിക്കാൻ ഞങ്ങൾ വരില്ല. കാരണം കഴിഞ്ഞ തവണ പാകിസ്ഥാൻ പോയി ഇന്ത്യ കളിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നു. ആ ദിവസം ടോസ് ഇടാൻ നേരത്ത് ICCയുടെ ചട്ടങ്ങളിലൊന്നും പറയുന്നില്ല കളി കഴിയുമ്പോഴോ കളിക്ക് മുമ്പോ ഹസ്തദാനം കൊടുക്കണമെന്ന്. പക്ഷേ ഒരു ജെന്റിൽമാൻസ് ഗെയിം രീതിയിൽ അത് കാലങ്ങളായി പിന്തുടർന്ന് വരുന്നൊരു കാര്യമാണത്. അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്നുള്ളതാണ്. അത് വേണമായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാനും. അവിടെ തുടങ്ങിയ കാര്യമാണ്. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ, പോസ്റ്റ് മാച്ച് വാർത്താ സമ്മേളനത്തിൽ വീണ്ടും അധിക്ഷേപിക്കുന്നു, ഞങ്ങൾക്ക് തുല്യരല്ല ഇവർ, റൈവൽറി എന്നൊക്കെ പറയണമെങ്കിൽ തന്നെ ഈക്വലായിട്ട് 7-8, 8-8 എന്നൊക്കെ നിൽക്കണം, പരാജയ കണക്ക് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതിൻ്റെ സ്വാഭാവികമായിട്ട് മറുഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം. ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ച് ഒരു മത്സരം, ഒരു പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കാണാം അവർ വാക്പോരാട്ടമാണ് നടക്കുക. മാനസിക മുൻതൂക്കം നേടാനുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കളത്തിൽ. പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് വേറത്തെ കാര്യം. പ്രകോപിപ്പിച്ച് വിക്കറ്റ് നേടുക എന്നൊക്കെയുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒന്നും പാകിസ്ഥാൻ കളിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം മുൻപ് എന്തായിരുന്നോ പാകിസ്ഥാനും ഇന്ത്യയും അതിൻ്റെ നേരെ മറിച്ചുള്ള സാഹചര്യമാണ് ഇപ്പോൾ. കാരണം മാനസികമായിട്ട് കളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് മുമ്പ് തോൽക്കുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അതായത് 90കളിലും 2000-ൻ്റെ ആദ്യ 10 വർഷവും ഇന്ത്യ എത്രമാത്രം പാക് ടീമിനെ ഭയന്നിരുന്നോ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതായത് ജയിക്കുമെന്നുള്ള ഇപ്പോഴത്തെ പോലെ ഒരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നു ഒരു മത്സരത്തിന് മുമ്പും. ജയിച്ചാൽ ഭാഗ്യം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ മത്സരത്തെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്ന കാര്യം. അപ്പോൾ മാനസിക മുൻതൂക്കം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ടീമും ഇന്ത്യയും പോലെ ഇപ്പോൾ നേരെ തിരിഞ്ഞാണ്. ഇന്ത്യക്കാണ് ആത്മവിശ്വാസം കൂടുതൽ. അപ്പോൾ അതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും അതിൻ്റെ ഉന്നതിയിൽ നിന്നുകൊണ്ടാണ് ഈ സൂര്യകുമാർ യാദവ് ഈ തരത്തിലുള്ള
ഡയലോഗൊക്കെ വിടുകയും എന്തെങ്കിലും അവർക്ക് പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നതാണ്. കാരണം കളത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ആ നിമിഷങ്ങളെ രാഷ്ട്രീയം ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ട് അത് ആരാ തുടങ്ങി വെച്ചത്? അത് ഇന്ത്യൻ കളിക്കാരുടെ ഭാഗത്തു നിന്നാണ്. തൊട്ട് മുമ്പ് നടന്ന ലെജൻസ് ടൂർണമെൻറ്റിൽ ശിഖർ ധവാൻ ഉറച്ച ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ടീമിനെതിരെ കളിക്കില്ല. അതായിരുന്നു നിലപാട്. സെമി ഫൈനലിൽ കളിക്കാൻ തയ്യാറായില്ല. കിരീടം നിലവിലെ ചാമ്പ്യന്മാരായിരുന്നു ഇന്ത്യ. എന്നിട്ട് ആ കിരീടം ഉപേക്ഷിച്ചിട്ടാണ് അവർ പോകുന്നത്. 2 കളികൾ ഇന്ത്യ കളിക്കാൻ വിസമ്മതിച്ചു പാകിസ്ഥാനെതിരെ. ആ നിലപാട് വേണമെങ്കിൽ ഇന്ത്യക്ക് എടുക്കാമായിരുന്നു. അല്ലാതെ സ്പോർട്സിനെ മുന്നേ തന്നെ ഞങ്ങൾ എടുക്കാമായിരുന്നു. എന്തിനാണ് ഇന്ത്യ 8 തവണ ജയിച്ച ടൂർണമെൻറ്റാണ്. ഇത്തവണ ജയിച്ചില്ലെങ്കിലും കിരീടം നേടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. അവർക്ക് കളിക്കാതിരിക്കാമായിരുന്നു. അതായിരുന്നു മാന്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പ്രകോപിപ്പിച്ചു. ആ പ്രകോപനം അവരേറ്റെടുത്തു. പക്ഷേ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തീവ്രമായിട്ടുള്ളൊരു ഫൈനൽ സാധ്യമായേക്കും. ഏകപക്ഷീയമായ ഒരു ഫൈനലിനപ്പുറത്തേക്ക് തീവ്രമായിട്ടുള്ളൊരു ഫൈനൽ സാധ്യമാക്കിയേക്കാം.